ഹലോ. അപ്പോൾ നമ്മളെ വൺ ടൈം ഡെന്റിസ്റ്റ് എന്നുള്ള വീഡിയോസിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇത്. മൂന്നാമത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോ കണ്ടതിന് ശേഷം ഈ മൂന്നാമത്തെ വീഡിയോ നിങ്ങൾ കാണാൻ പാടുള്ളൂ, എങ്കിലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. 5 സ്റ്റേജസ്, പല്ലിന്റെ വളർച്ചയുടെ 5 സ്റ്റേജസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ദിസ് ഈസ് നമ്പർ 1. ഒന്ന്, കുട്ടിക്കാലം. കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ പല്ലെല്ലാം മുളച്ചു വരുന്നത്, കുട്ടിക്കാലത്തെ പല്ല് മുളച്ചു വരുന്നത് 2 വയസ്സ് 2-2.5 വയസ്സിലാണ്. അപ്പൊ 2 മുതൽ 4 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ കുട്ടിക്കാലം എന്ന് പറയുന്ന ആ സ്റ്റേജിൽ എടുക്കാം. രണ്ടാമത്തെ സ്റ്റേജ് വളർച്ചക്കാലം, പല്ലിന്റെ വളർച്ചക്കാലം. അത് 4 മുതൽ 14 വയസ്സ് വരെയാണ്. ഈ കാലഘട്ടത്തിലാണ് പഴയ പല്ല് പോയി പുതിയ പല്ല് വരുന്നത്. മൂന്നാമത്തേതാണ് പൂർണ്ണ വളർച്ചക്കാലം. പല പല്ലുകളും വായിൽ വന്നാൽ തന്നെ അതിന്റെ വേരിന്റെ വളർച്ച പൂർണ്ണമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പൂർണ്ണ വളർച്ചക്കാലം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ്. ഇതുകൊണ്ടാണ് പല അപ്ലയൻസുകളും ക്ലിപ്പുകളും നമ്മൾ 14 വയസ്സിന് ശേഷം 15-ലൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇനി നാലാമത്തെ കാറ്റഗറി പൂർണ്ണ വളർച്ച എത്തിയ കാലം. പൂർണ്ണ വളർച്ച എത്തിയ കാലം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് റിയലി നമ്മൾ അഡൽട്ട് ടൂത്ത് എന്ന് പറയുന്നത്. ഇവിടെയാണ് വൺ ടൈം ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ഇനി അഞ്ചാമത്തെ കാറ്റഗറി, നമുക്ക് പല്ല് നശീകരണം സംഭവിക്കുമ്പോൾ ഏതൊരു സംഭവം നമുക്ക് വളർച്ചയുണ്ടാവും, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഒരു താഴെ കുത്തനെ ഉണ്ടാവും. അപ്പോൾ പല്ലിന്റെ നശീകരണം, പല്ല് നശിച്ചു പോകാവുന്ന പോടുകളായിട്ടും മോണയുടെ പ്രശ്നങ്ങളായിട്ടും നശിച്ചു പോകുന്ന ഒരു കാലഘട്ടം, അത് 30 വയസ്സിന് ശേഷമാണ് സാധാരണഗതി സംഭവിക്കുന്നത്. അത് 30 വയസ്സ് വരെ മുതൽ ആള് മരിക്കുന്നവരെ, ഐ സേ 90 ഇയേഴ്സ്. അപ്പോ ഇവിടെ ഈ 2 കാലയളവ്, അതായത് 14 മുതൽ 18 വയസ്സ് വരെ, 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ, ഈ കാലയളവിനെയാണ് ഞാൻ ഒന്ന് മെച്യൂർഡ് ടൂത്തും ഒന്ന് ഫുള്ളി മെച്യൂർഡ് ടൂത്തും എന്ന് പറയുന്ന 2 കാറ്റഗറിയിൽ വീഡിയോ നമ്പർ 3 ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ 2 കാലഘട്ടത്തിലാണ് നമുക്ക് വൺ ടൈം ഡെന്റിസ്റ്റ് പറയുന്ന കൺസെപ്റ്റ് കൂടുതൽ എഫക്റ്റീവായി നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ 30 എന്നുള്ളത് ഒരു 35 ഇയേഴ്സ് വരെ നമുക്കാവാം. അപ്പൊ എന്തുകൊണ്ടാണ് വൈ വൺ ടൈം ഡെന്റിസ്റ്റ്, എന്തുകൊണ്ട് വൺ ടൈം ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നു? ഇതിന്റെ റീസൺ നമ്പർ 1, പ്രതിരോധം കൂടുതലുള്ള സമയമാണ്. പല്ലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം കൂടുതലുള്ള സമയമാണ് ഈ കാലയളവ്. രണ്ടാമത്തെ കാരണം, ഇറ്റ് ഈസ് എ സ്ട്രോങ് സപ്പോർട്ടിങ്. നമുക്കറിയാം മോണയുടെ സപ്പോർട്ടിങ് ടിഷ്യൂവിന്റെ വേണം. മാത്രമല്ല മെന്റലി ആൻഡ് ഹെൽത്ത് വൈസ് പേഷ്യൻസിന് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു കാലയളവാണ് ആ പറയുന്ന 2 കാലയളവ്. അതായത് 14 മുതൽ 18, അതേപോലെ 18 മുതൽ 30-36 വയസ്സ് വരെ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ട് നമ്മൾ ഈ വൺ ടൈം ഡെന്റിസ്റ്റിനെ ഇത്രയധികം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു? നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ പല്ലുകൾ. ഇത് കുട്ടിപ്പല്ല് പോയി വലിയ പല്ല് വരുമ്പോഴും ജീവിതകാലം മൊത്തത്തിൽ നമുക്കിത് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാം, നമുക്ക് ആളുകളുടെ ഇടയിൽ സംസാരിക്കാൻ ആവശ്യമാണ്, ഭക്ഷണം കഴിക്കാൻ ആവശ്യമാണ്, നമ്മുടെ വ്യക്തിത്വത്തിന്റെ അതാണ്. പക്ഷേ ഐ ആം ആസ്കിങ് വിച്ച് ഈസ് മോർ വാല്യുബിൾ. ഞാൻ 2 കാറ്റഗറി തരാം. ഒന്ന് നമുക്ക് ടൈം, രണ്ടാമത്തത് മണി, ക്യാഷ്. 1 ഈസ് ടൈം, 1 ഈസ് മണി. ഏതാണ് മോർ വാല്യുബിൾ? ആൻസർ ഈസ് സിമ്പിൾ. എനിത്തിങ് വിച്ച് കനോട്ട് ക്രിയേറ്റ് ഈസ് മോർ വാല്യുബിൾ. നമുക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കാത്ത എന്താണോ അതാണ് കൂടുതൽ വാല്യുബിൾ. അപ്പൊ അത് ടൈം എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. താങ്ക് യു.
അപ്പോൾ ഈ 3 വീഡിയോസ് നിങ്ങൾ കണ്ടിരിക്കണം. ഈ സബ്ജക്റ്റിനോട് ബന്ധപ്പെട്ട് ഒരു വീഡിയോയും കൂടി ഞാൻ ഇടുന്നുണ്ട്, അതും കൂടെ നിങ്ങൾ കണ്ടിരിക്കണം. യെസ്, ഐ ആം ഡോക്ടർ അലി, അരിയരും ബ്രാസും കേൾക്കുന്നേ മേലാറ്റോ. താങ്ക് യു.